കർത്താവിന്റെ കൃപ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനുഭവിക്കാനിടയാണ്. ഈ പ്രാർത്ഥന സ്വത്രം പ്രഖ്യാപിച്ച സമയം മുതൽ വളരെ ആശങ്കയോടുകൂടിയാണ് എത്ര പേര് വരും, കഠിനമായിട്ട് എങ്ങനെ ആയിരിക്കുന്നു അറിയാം. എന്നാൽ സ്വത്രം മിക്ക പ്രിയപ്പെട്ടവരും ഈ പ്രാർത്ഥനയിൽ നിന്ന് സംബന്ധിപ്പാൻ ദൈവം സഹായിച്ചു. കടന്നു വന്ന നല്ല ആത്മീയ ആരാധനകൾ ശുശ്രൂഷകളൊക്കെ കർത്താവ് നൽകുവാനിടയായി. ഈ ഉപവാസ പ്രാർത്ഥന വെളിയിൽ നിന്ന് അധികം ദൈവദാസന്മാരെ നമ്മൾ ക്ഷണിച്ചു. ക്ഷണിക്കണമെന്ന കൂടുതൽ താല്പര്യമുണ്ടെങ്കിലും സഭയുടെ സാമ്പത്തിക സ്ഥിതി അത്ര മോശമാണ്. നമ്മുടെ സന്നിധിയുടെ വഴി നടക്കുന്നു. നമ്മുടെ ഇവിടെ തന്നെ ഒത്തിരി പണി കാര്യങ്ങളൊക്കെ നടത്തുവാനിടയായി. എൻ്റെ സാമ്പത്തിക ഭദ്രത മോശമായതുകൊണ്ടാണ് വെളിയിൽ നിന്ന് എത്താനുള്ളത്. മാത്രമല്ല ഈ മാസം ഒടുവിൽ ചില ദിവസങ്ങൾ നമ്മുടെ കർത്താവിന്റെ സന്നിധി ഉപവാസത്തിലും പ്രാർത്ഥന വഹിക്കാൻ ആഗ്രഹിക്കുക. ആ ദിവസങ്ങളിൽ രണ്ടുപേരെ ദൈവദാസന്മാരെ വിളിക്കണമെന്നും ശുശ്രൂഷിക്കണമെന്നൊക്കെ വലിയ താല്പര്യമുണ്ട്. അതെല്ലാം ദൈവസന്നിധി പ്രാർത്ഥനയോടെ അയക്കുക. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭത്തിന് മുതൽ ഇന്നേ വരെയും കർത്താവ് സൂക്ഷിച്ചു പരിപാലിച്ചു. വലിയ ആത്മീയ ആരാധനയും ശുശ്രൂഷകളും ഒക്കെ കർത്താവ് നൽകുവാനിടയായി. കൂടുതൽ ദിവസങ്ങളിൽ ഞാൻ തന്നെയാണ് ലീഡ് ചെയ്യുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എങ്ങനെ കൂട്ടേക്ക് ഒച്ച അടച്ചു പോകുമെന്നൊക്കെ വളരെ ആശങ്കയുണ്ടായിരുന്നെങ്കിലും ഒന്നും ഇതിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ദൈവം അതിന് നടുവിൽ ബലപ്പെടുത്തി അതെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. 1:30 മണി ആ കരയിൽ ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം നൽകിയത് ഓർത്ത് സ്തുതിക്കുന്നു. ആ പ്രാർത്ഥനയിൽ എല്ലാ പ്രിയപ്പെട്ടവരും വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവം തന്ന എല്ലാ കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ദാസൻ രാകേഷ്, സഹധർമ്മണി, തെനി, പ്രിയപ്പെട്ടവർ മതിയായിരിക്കുന്നവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയനാഥനെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. സമയം ഇത്തിരി മുൻപോട്ട് മുഖവരയായി പറഞ്ഞു വിടുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസനുണ്ട്, കർത്താവിൻ്റെ തിരുമേശയുണ്ട്, ദൈവത്തിൻ്റെ ശുശ്രൂഷകളുണ്ട്. എല്ലാം വളരെ അനുഗ്രഹത്തോടെ നടത്തുക. ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വഴി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ആഹാര ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. വളരെ സന്തോഷത്തോടെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിൻ്റെ പിന്നിലൊക്കെ അധ്വാനിച്ച എല്ലാം പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പ്രസാദ വിഷയം ഓർത്ത് പ്രത്യേകം സ്തുതിക്കുന്നു. ആചാര്യം അതുപോലെ തന്നെ നമ്മുടെ ശബരിമലനെ കമ്മിറ്റി അംഗങ്ങളായ മറ്റേ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഐക്യതയോടെ നിന്ന് പ്രവർത്തിപ്പാൻ ദൈവം ഒരുക്കുന്ന വലിയ അവകാശത്തെ ഓർക്കുന്നു. നമ്മുടെ സാമ്രാജ്യ ചില ദിവസങ്ങൾ നിരീവാനും ശുശ്രൂഷിപ്പാനും കർത്താവ് കൃപ നൽകി. അതുപോലെ അൽപാസ കടന്നു വരുവാനും ശുശ്രൂഷിപ്പാൻ അവസരങ്ങൾ നൽകി. അതെല്ലാം നന്ദിയോടെ ഓർത്ത് സ്വന്തം കരയുന്ന ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. ഇന്നലെ പകൽക്കാലം വായിച്ച ആ സങ്കീർത്തനം 127 122 സങ്കീർത്തനങ്ങളാണ്. മനോഹരമായ സങ്കീർത്തനം. ഇതിൻ്റെ ഓരോ സെന്റൻസുകളും ഓരോ വാക്യങ്ങളും വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മറക്കാനാവാത്ത അവസ്ഥ. 27-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ നമ്മെ ഉദ്ബോധിപ്പിക്കുക. ശലോമോന സങ്കീർത്തനമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ ജീവിത വ്യാപാരങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത എല്ലാ പണികളും എല്ലാ പ്രവൃത്തികളും പരാജയത്തിലേക്ക് പോകുവാനാണ്. അതാണ് പറഞ്ഞത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, വീട് പണിയണമെങ്കിൽ ബുദ്ധിയും ശക്തിയും അധ്വാനപരവും ഇല്ലേ? നല്ലവണ്ണം അധ്വാനിക്കണം. സ്തോത്രം. എന്നാൽ ഈ അധ്വാനയുടെ യഹോവ കൂടെ ഇല്ലെങ്കിൽ സ്തോത്രം ഈ പണി പരാജയപ്പെട്ടു പോകുവാനിടയാണ്. ദൈവമില്ലാത്ത പണികൾ നമുക്കറിയാം. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ സ്തോത്രം അവിടെ പ്രവാചകനായ ഹബക്കൂക്ക് ഒരു കാര്യം പറയുന്നത് വായിച്ചാൽ 2:12 രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും നീതിയേട് കൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ ദൈവമില്ല. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേൽ കോട്ടയെ പറ്റി ആവിടി സ്തോത്രം. നമുക്കറിയാം, ദൈവവിരോധികളായിരുന്നു. കുഞ്ഞൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ദൈവവിരോധികളായിരുന്നു. വലിയ കോട്ട പണിതു. സ്തോത്രം. ഈ പണി കാണുവാൻ യഹോവയായ ദൈവം ഇറങ്ങി വന്നു. അവരുടെ പണിയെ ഉണർത്തി വന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിരോധമായി ദൈവം കൂടെയില്ലാതെ ചെയ്യുന്ന എല്ലാ പണികളിലും
സ്വത്രം അത് വിജയിക്കുവാനായിട്ട് ഒരിക്കലും കഴിയില്ല, അത് തകർന്നു പോകും. അപ്പൊ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ സ്വന്തം ഒന്നിനു മേൽ ഒന്നായി അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെടുവാനിടയായത്. അതാണ് ഒന്നാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. രണ്ടാമത്തെ വാക്യം വായിച്ചത്, നിങ്ങൾ അധികാരത്തെ എഴുന്നേൽക്കുന്നതും നമ്മുടെ അധ്വാനം അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ അങ്ങ് ജോലിക്കായി ഓടും ഇല്ലേ? ഇതാ പറയാം, എന്താണ് നിങ്ങൾ അധികാരത്തെ എഴുന്നേൽക്കുന്നതും നന്ന താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. സ്തോത്രം. അദൃശ്യവാക്യത്തിലുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ അധ്വാനത്താൽ ഒന്നും അല്ല സമ്പത്ത് യഹോവയെ തരുന്നു, മനുഷ്യന്റെ അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുവാൻ കഴിയത്തില്ല. ഇവിടെ നമ്മുടെ കഠിനാധ്വാനങ്ങള്, ദൈവത്തെ കൂടാതെയുള്ള നമ്മുടെ പരിശ്രമങ്ങള് എല്ലാം വ്യർത്ഥമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വേണം സഭയിലേക്ക് ഉപവാസ പ്രാർത്ഥനയൊക്കെ മാസത്തിൽ ഒരിക്കൽ വെക്കുമ്പോൾ പണികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവാശ്രയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചെടുക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾ കുറഞ്ഞു പോകത്തില്ല, നിങ്ങൾ വർദ്ധിച്ചു വരത്തേ ഉള്ളൂ. സ്വത്രം. നിങ്ങൾ 2 ദിവസത്തെ പണി നഷ്ടപ്പെട്ടാൽ എന്റെ കുടുംബം പട്ടിണിയാകും, നിന്റെ കുടുംബം പട്ടിണിയാകത്തില്ല. നിന്റെ കുടുംബം അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം കൊണ്ട് അത് നിറയപ്പെടുവാനിടയായിരുന്നു. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നത്. നീ അറിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നീ അറിയത്തില്ല, നിന്റെ മടി കൊണ്ട് കർത്താവ് തരുവാനിടയായി. നമുക്കറിയാം, ഇസ്രായേലിലെ രാജാവായ ശലോമോൻ അല്ലെങ്കിൽ സ്വതന്ത്രായക്കന്മാരുടെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിക്കുമ്പോൾ ഗിബെയോനിൽ ചെന്ന് ദൈവത്തെ ആരാധിച്ചു. സ്വന്തം 1000 ഹോമയാഗം ദൈവത്തിന് അർപ്പിച്ചു. എടുത്തത് വായിച്ചാട്ടെ, 3:4. 1 രാജാവ്. രാജാവ് ഗിബെയോനിൽ യാഗം കഴിപ്പാൻ പോയി. സ്വന്തം രാജാവ് ഗിബെയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാവിധിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം 1000 ഹോമയാഗം രാജാവിന്റെ ആസ്തി അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയായിരിക്കണം? നമ്മുടെ ആസ്തി, നമ്മുടെ കഴിവനുസരിച്ചായിരിക്കണം ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തിന് കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. കഴിവിനും മീതെ, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും അല്ലെങ്കിൽ സ്വന്തം കൊടുക്കാൻ കഴിയും. ദൈവത്തിന് അങ്ങനെ വേണം കൊടുക്കാൻ. സ്തുതിയായിരുന്നാലും സ്വത്രമായിരുന്നാലും ഹല്ലേലൂയായിരുന്നാലും അല്ലെങ്കിൽ ദൈവത്തിന് അതിന് ആ ശക്തിയുണ്ട്, അതിനൊരു ആഴമുണ്ട്. രാജാതി രാജാവും കർത്താതി കർത്താവും ഭയങ്കരമായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ശക്തിയോടെ ദൈവത്തെ അവരുടെ ആരാധനയില്ല ദൈവം പ്രസാദിക്കുന്നു. നമ്മൾ ഇങ്ങനെ ദിമ്മായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രസാദമല്ല. നമ്മുടെ ശരീരത്തിന് സ്ഥിതി അനുസരിച്ച്, ആസ്തി അനുസരിച്ച്, പ്രാപ്തി പോലെ കഴിവനുസരിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ശിവമാന്നൊക്കെ പറഞ്ഞിട്ടിരുന്നൊരു കാര്യമില്ല. ദൈവത്തെ ആരാധിക്കുമ്പോൾ ശക്തമായി ആരാധിക്കണം. ഈ രാജാവിന് 1000 ഹോമയാകും. നമ്മൾ ദൈവസന്നിധി വന്നിട്ട് സ്വത്രം ഒരു 10 സ്വത്രം പറയും. സ്വത്രം 1000 ഒന്നും വേണ്ട. സ്വത്രം അല്ലെങ്കിൽ ദൈവത്തിന് 1000-ൽ അല്ലെങ്കിൽ സ്വത്രം 1/1 അല്ലെങ്കിൽ സ്വത്രം പറയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്വത്രം പറയണം. സ്വത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ ബോധപ്പെടുത്തുന്നു. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനോ അവൻ ദൈവത്തിന് രക്ഷയെ കാണിച്ചു തരും. ഈ സ്വത്രം ദൈവത്തിനുള്ളതാ, പാർശ്വക്കുള്ളതല്ല, വിശ്വാസികൾക്കുള്ളതല്ല. ഇതാർക്കാണ്? അത് ദൈവത്തിനുള്ളതാണ്. സ്വത്രമെന്ന് അത് ദൈവത്തെ ബോധപ്പെടുത്തുന്നതാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ സ്വത്രം പറയണം, ശക്തമായി സ്വത്രം പറയണം. ഇവിടെ 1000 ഹോമയാഗം അർപ്പിച്ചത് സ്വത്രം അല്ലെങ്കിൽ 1000 ഹോമയാഗം അർപ്പിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നു. ദൈവം അവന്റെ കിടക്കാൻ അറിയിച്ചത് എന്തിനാണ്? അനുഗ്രഹിക്കാനായിട്ട്. സ്വത്രം ദൈവത്തെ ആരാധിക്കുന്നത് വെറുതെ അല്ല, ഒരു വലിയ അനുഗ്രഹമുണ്ട്. അബ്രഹാം അത് തന്റെ മകനെ തന്റെ ഏകജാതനായ മകനെ കൊണ്ടുപോയി ദൈവത്തിന് വേണ്ടി അർപ്പിച്ചു. അതിൽ ആരാധനകൾ ഇറങ്ങി വരുമ്പോൾ അബ്രഹാമേ നിന്നെ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ താൻ സ്നേഹിച്ചതിനെ ദൈവത്തിന് വേണ്ടി കൊടുത്തു. അതാണ് അനുഗ്രഹം. ഇവിടെ അഭിഷേകത്തിന്റെ ദൈവവിധ ശലോമോനെ കിടക്കാൻ അണിയിച്ചെന്നിരിക്കുക. എന്താ ചോദിച്ചറിയാമോ? രാത്രിയിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി
നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദെന്ന നിന്റെ അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തെ ന്യായപാലനം ചെയ്യുവാനുള്ള വിവേകമുള്ളൊരു ഹൃദയം തന്നെ. എന്തിനു വേണ്ടിയാ വിവേകമുള്ള ഹൃദയം ചോദിച്ചത്? ജ്ഞാനവാക്കുകൾ പറയാനല്ല. നിന്റെ ജനത്തെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ന്യായപാലനം ചെയ്യുവാനുള്ള ഒരു വിവേകമുള്ള ഹൃദയം തരണം. ദൈവങ്ങളെ രാജാവിന് എന്തൊക്കെ ചോദിക്കാം? ദൈവങ്ങളെ ഒത്തിരി പണം ചോദിക്കല്ലോ, സമ്പത്ത് ചോദിക്കല്ലോ, പടയാളികളെ ചോദിക്കരുതോ, അല്ലെങ്കിൽ സ്വന്തം രാജ്യം ഒന്ന് പ്രബലമാകണം ചോദിക്കരുത്. ഇതൊന്നും അല്ലെ സ്വന്തം ഈ ശലോമോൻ ചോദിച്ചില്ല. ശലോമോൻ ചെറിയ കാര്യമാണ് ചോദിച്ചത്. നമ്മൾ കൊച്ചുപിള്ളേർ പ്രാർത്ഥിക്കുന്നില്ല, എനിക്ക് ബുദ്ധിയും തരണേ, കഴിവ് തരണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ദൈവം ആരാണ്? ദൈവം ചോദിക്കുന്നവർക്ക് കൃപ കൊടുക്കുന്ന ദൈവമാണ്. ജ്ഞാനം കുറവാകുന്നു തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. അല്ലെ ജ്ഞാനം ദൈവം കുഞ്ഞുങ്ങളോട് ശ്രദ്ധിക്കണേ. ജ്ഞാനം ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത്. ജ്ഞാനം കുറവെന്ന് തോന്നുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, പഠിക്കാൻ എനിക്ക് മിടുക്ക് കുറവ്, മാർക്ക് കുറവ്, ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നെ അനുഗ്രഹിക്കണേ, എനിക്ക് ബുദ്ധി തരണം, ഓർമ്മശക്തി തരണം, വിവേകമുള്ള ഹൃദയം തരണം, പരിജ്ഞാനത്തിൽ പ്രവർത്തിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ അറിയാതെ അനുഗ്രഹിക്കും. വിവേകമുള്ള കൊച്ചുപിള്ളേർ പ്രാർത്ഥിക്കുന്ന പോലെ എന്താണ്? എനിക്ക് വിവേകമുള്ളൊരു ഹൃദയം തരണമേ. സ്തോത്രം. വളരെ ജ്ഞാനിയായ മനുഷ്യനാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ജനത്തെ ന്യായപാലനം ചെയ്യുവാനുള്ള ഒരു വിവേകമുള്ളത്. ദൈവം അതാ ദൈവം തന്റെ ജനത്തെ ന്യായപാലനം ചെയ്യുവാനുള്ള ഒരു വിവേകമുള്ള ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിലേക്ക് പ്രസാദമായി. താഴോട്ട് 1-2 വാക്യം കൂടെ വായിച്ചത്. അതില്ലാതെ ഈ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് പ്രസാദമുള്ള കാര്യം ചോദിക്കണം. അതെന്താണെന്നറിയാമോ? നമ്മുടെ ഭൗതിക കാര്യം ചോദിക്കുന്നതിനേക്കാൾ അധികമായി നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ചോദിക്കണം. ദൈവമേ, അവിടുത്തെ ആത്മാവിൽ നിന്ന് നിറയ്ക്കണമേ, അവിടുത്തെ ദിവ്യ ശക്തി എന്റെ മേലൊന്ന് പകരണമേ, അവിടുത്തെ ദിവ്യ സ്വഭാവത്തിന് എന്നെ കൂട്ടാളിയാക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവങ്ങളെ ദൈവം നമുക്ക് അത് മാത്രമല്ല തരുന്നത്, അതോടുകൂടെ നമ്മൾ ചോദിക്കാത്ത കാര്യങ്ങള്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഇരിക്കുന്ന കാര്യങ്ങള് ദൈവം നമുക്ക് വേണ്ടി സാധിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതേ സ്വന്തം വായിച്ചാട്ടെ. ദൈവം അറിയിച്ചെന്നാൽ ഇതൊക്കെ വേണം രാജാവിന് ചോദിക്കാൻ. ദീർഘായുസ്, സ്വത്രം. എനിക്കൊരു 150 വർഷം ജീവിച്ചിരുന്ന് രാജാവായി ഇരിക്കണം വേണം ചോദിക്കാമായിരുന്നു. ചോദിച്ചില്ല. സമ്പത്ത് ചോദിച്ചില്ല, ശത്രു സംഹാരം ചോദിച്ചില്ല. അടുത്തത് ഈ കാര്യം മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ളവരെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തരുന്നു. നമ്മുടെ എത്ര നാളായി തരണം പലതും തരണമെന്ന് പറഞ്ഞൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങളൊന്ന് മാറി പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഇന്ന് മുതൽ യുവാസ പ്രാർത്ഥന മാറി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കൃപകൾക്ക് വേണ്ടി, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന പദവിയിലേക്ക് എന്നെ കർത്താവിൽ ഉയർത്തണമേ. എന്നെ പറ്റിയുള്ള അവിടുത്തെ ഇഷ്ടം എന്താണ്, ആ ഇഷ്ടം ചെയ്യുവാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങി. നിന്റെ അവസ്ഥയ്ക്ക്, നമ്മുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തരാൻ പോവുകയാണ്. കർത്താവിന്റെ മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പി. അതോടുകൂടെ ഇതൊക്കെ എന്തൊക്കെ വേണം അതൊക്കെ നൽകി തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തരായ ദൈവമാണ്. കർത്താവിന്റെ നാമം യഹോവ എന്നാണ്. അതിന്റെ അർത്ഥം ഞാനാകുന്നവൻ, ഞാനാകുന്നു. അത് നമുക്ക് എന്തായി തീരണമോ അതായി തീരുവാൻ കഴിവുള്ളവരാണ് നമ്മുടെ ദൈവം. അതിലേക്ക് നമ്മുടെ പ്രാർത്ഥനകള് അതിൽ വേദനൊന്ന് മാറ്റി പിടിച്ചാൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് പകരപ്പെടുവാനിടയാകും. ദൈവങ്ങളെ, നമ്മളെന്താണ് ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ കൃപ തരണം, ജ്ഞാനം തരണം, ദൈവപരിജ്ഞാനം തരണം, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയെ നിറയ്ക്കണം. കഴിഞ്ഞ 4 ദിവസത്തെ ആത്മീയ അനുഗ്രഹം പോരാ, എനിക്ക് പുതിയ ആത്മാവിന്റെ ശക്തി എന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കണം എന്നൊക്കെ ദൈവങ്ങളെ നാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തി നമ്മെ മാനിക്കുന്ന കർത്താവ് ദൈവം തന്നെ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്താണ്
നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 12:21 കർത്താവ് ഒരു ഉപമ പറഞ്ഞ ശേഷം ഒരു കാര്യം പറഞ്ഞു. വായിച്ചാട്ടെ 12:21. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിന്റെ കാര്യം ഇങ്ങനെ ആകുന്നു. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് ദൈവ വിഷയമായി നാം സമ്പന്നന്മാരായി തീരും. ഈ ഭൗതിക ലോകത്തിലെ അനുഗ്രഹങ്ങൾക്കല്ല, ദൈവ വിഷയം എന്നേക്ക് നിലനിൽക്കുന്ന. അതാ യേശു പറഞ്ഞു നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. അല്ലെങ്കിൽ എന്നാൽ ദൈവ വിഷയമായി നാം സമ്പന്നത പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കർത്താവ് പറഞ്ഞത്. അല്ലൊരു മനുഷ്യന്റെ കഥ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അവൻ തനിക്ക് തന്നെ അധ്വാനിച്ചു, തനിക്ക് തന്നെ നിക്ഷേപിച്ചു, തിന്നുക കുടിക്കുക ചാകുമല്ലോ എന്ന് പറഞ്ഞവൻ അത് തന്റെ നിക്ഷേപം മുഴുവൻ സ്വരൂപിച്ചു. അവരുടെ കൂടെ ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ നീ കരുതി വെച്ചത് ആർക്കാവും? ദൈവ വിഷയമായി സമ്പന്നനായ ദൈവത്തിൽ നമുക്കൊന്നും ഭാരപ്പെടേണ്ട. ഇവിടെ നല്ലത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നല്ല നിക്ഷേപം, നല്ല പ്രതിഫലം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവങ്ങളെ അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളുടെ മെതേഡ് മാറ്റണം. ഇവിടെ പറയണം നിങ്ങൾ അധികാരത്തെ എഴുന്നേൽക്കുന്നതും നന്നാം താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യക്തമത്രേ. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. ദൈവകൃപ ഇല്ലാതെ അധ്വാനിക്കുന്ന ഒന്നും ഒരു സൂക്ഷിപ്പാകില്ല. ഹഗ്ഗായി പ്രവചനത്തിലേക്ക് കടന്നുവരാം. അതിന്റെ 1-ാം അധ്യായം 6-ാം വാക്യം വായിച്ചു. ഹഗ്ഗായി പ്രവചനം മാത്രമേ ചാടി എടുക്കത്തുള്ളൂ. അത് വൃത്തിയ കുഞ്ഞുങ്ങളൊക്കെ സ്വത്രം അത് 1-ാം സ്ഥാനത്ത് വരുന്നതായിരിക്കും. എടുത്തെടുക്കുന്നു. ഹഗ്ഗായി പ്രവചനം 1-ലാണ്. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ട് കുളിര് മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങും. ദൈവത്തെ കൂടാതെയുള്ള അധ്വാനം ഇങ്ങനെ. വസ്ത്രം ധരിച്ചാൽ തണുപ്പ് മാറത്തില്ല, വെള്ളം കുടിച്ചാൽ ദാഹം മാറത്തില്ല, ആഹാരം കഴിച്ചാൽ വിശപ്പ് തീരത്തില്ല. സ്വന്തം നമുക്ക് കിട്ടുന്ന ശമ്പളം സാലറി ഓട്ടസഞ്ചിക്കാൻ കിട്ടുന്നത് പോലെ സ്വന്തം. എന്താ കാര്യം അറിയാം? 9-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അതിനെ ഊതിക്കളഞ്ഞു. വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു പാത്രം വരവ് ഭയങ്കരമാണ്, ചെലവ് അറിയാൻ പറ്റുന്നത്. സ്വത്രം എന്താ കാര്യം അറിയാമോ? ഇതാ സംഭവം. സ്വത്രം അല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കാതെ, അല്ലെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, ദൈവനാമത്തെ ഉയർത്താതെ എന്തെല്ലാം നേടിയാലും അതാണ് പറഞ്ഞത്. അല്ലേലും ദൈവത്തെ മനുഷ്യന്റെ അധ്വാനത്താൽ ഒരു നീക്കിയിരിപ്പും കഴിയത്തില്ല. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നത് ദൈവം അനുവദിക്കാതെ. നമ്മളിങ്ങനെ ഒരാഴ്ച മുഴുവൻ ജോലി ചെയ്ത് സ്വത്രം ഒരു 500 രൂപ അങ്ങോട്ട് മാറ്റിവെച്ചു. ഈ ആഴ്ച ഒരു 500 രൂപ നീക്കിയിരിപ്പുണ്ടായല്ലോ. അപ്പോഴാ തിങ്കളാഴ്ച ഒരു ചുമയും തുമ്മലും മൂക്കെടുക്കും. അവിടെ ചെന്നപ്പോ എത്ര അറിയാവോ? 1500 മിഷൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മാമൻ മെമ്മോറിയൽ ഹോസ്പിറ്റല് ചെന്നപ്പോ 1500 രൂപ. 1000 രൂപ കൊടുത്ത് കടം കൂടെ മേടിച്ചു. പിന്നെ 2 ആഴ്ച കൂടെ അധ്വാനിച്ചാല് ഈ കടം വീട്ടാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലുകളെ സ്വന്തം ആരും സേവ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, സേവ് ചെയ്യണം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒക്കെ ചെയ്താൽ എന്താണെന്നറിയാമോ? വലിയ അനുഗ്രഹം നമുക്ക് നൽകുവാൻ ഇടയായിത്തീരും. അതാണ് സ്വത്രം. പറയുന്നത് ഇങ്ങനെ ജോലി 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 എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നവരുണ്ട്. അവർക്ക് ഒരു വാണിംഗ് ആയില്ലേ സ്വത്രം. അവർ ഇന്ന് ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ വീട് മുഴുവൻ പട്ടിണിയാണ്, ഒന്നുമില്ല. ഇങ്ങനെ ഓടി നടന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തെങ്കിലും ഒരു നീക്കിവാക്യമുണ്ടോ? എന്തെങ്കിലും ഒരു ബാലൻസ് ഉണ്ടോ നോക്കണം. ഇവിടെ പറയുന്നു നിങ്ങൾ അധികാരത്തെ എഴുന്നേൽക്കുന്നതും നന്നാം താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവനത് ഉറക്കെത്തി കൊടുക്കുന്നു. ഒരു കല്ലിടിയിൽ ഞാൻ ഈ വാക്യം വായിച്ച് അല്പം തന്നെ സംസാരിച്ചു. കേട്ടോണ്ടിരുന്ന ഒരു മർത്തോമക്കാരൻ രക്ഷിക്കപ്പെട്ടു. വെറും വാക്യങ്ങളല്ലേ ദൈവങ്ങളെ. ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അല്ല എന്താണ് അവൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പരാജയത്തെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുവാനിടയായി.
നമ്മുടെ അധ്വാനം കൊണ്ട് വീട് പണിയാൻ പറ്റത്തില്ല. നമ്മുടെ അധ്വാനം കൊണ്ട് ഒന്നും സമ്പാദിക്കാൻ പറ്റത്തില്ല. എന്താ വേണം? ദൈവത്തിന്റെ കൃപയുണ്ട്. അതാണ് പറഞ്ഞത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നത് അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാചാകി. അടുത്ത രീതിയിൽ 122 സങ്കീർത്തനത്തിൽ 2 സങ്കീർത്തനം വായിച്ചല്ലോ. അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാൽ ഭാഗ്യവാൻ. കേരള ഗവൺമെന്റ് ലോട്ടറി അടിക്കുന്നതല്ല ഭാഗ്യവാൻ. നമ്മൾ പറയാം അതാ ഭാഗ്യവാൻ. സ്വന്തം ഇല്ല ഇത് കേൾക്കാൻ ഏതാ ഭാഗ്യം? യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും അവനാണ് ഭാഗ്യവാൻ. ദൈവഭക്തനായി നടക്കുന്നവൻ, യഹോവയുടെ വഴികളിൽ നടക്കുന്നവൻ, ദൈവകൽപ്പന പ്രമാണിക്കുന്നവൻ, അവനാണ് ഭാഗ്യവാൻ. അല്ലെങ്കിൽ അവന്റെ ഭാഗ്യം അവന്റെ 1-ാമത് വെളിപ്പെടുന്ന അവന്റെ വീട്ടിനകത്താണ്. വായിച്ചാട്ടെ, അവന്റെ കൈകളുടെ അധ്വാന ഫലം നീതിനും എന്ന് പറഞ്ഞാൽ നിന്റെ തലമുറ അധ്വാനിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകത്തില്ല. അല്ലെങ്കിൽ അത് ആശുപത്രി കൊണ്ട് അന്യായമായി ചെലവാക്കത്തില്ല. പനിയൊന്നും വരത്തില്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അന്യായമായൊന്നും നമ്മുടെ സമ്പത്ത് ഇല്ലാതാക്കി കളയുന്ന, നമ്മെ ദരിദ്രനാക്കി കളയുന്ന, നമ്മുടെ അധ്വാന ഫലം മറ്റുള്ളവര് അല്ലെങ്കിൽ ചുഴന്നെടുത്തുകൊണ്ട് പോകുന്ന അനുഭവങ്ങളിലേക്ക് വരത്തില്ല. പറയാം, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അടുത്ത വാക്യം, നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി. എല്ലാ ഭാര്യമാരും ശ്രദ്ധിച്ചുകൊള്ളണേ. ഭാര്യമാരെങ്ങനെയാണ്? വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. ഈ മുന്തിരിവള്ളിക്ക് എന്താണെന്നറിയാവോ? ഒരു വലിയ രഹസ്യമുണ്ട് മുന്തിരിവള്ളിക്കകത്ത്. സ്വത്രം അല്ലല്ലേ? അതിനകത്ത് എന്താണ്? ദൈവത്തെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന ഒരു രസം. പണ്ട് വൃക്ഷങ്ങളെല്ലാം രാജാവിനെ തെരഞ്ഞെടുക്കാൻ പോയി. ആദ്യം ഒരു വൃക്ഷത്തിനടുത്ത്, അതാണ് ഏറ്റവും വലിയ മരം. അതിനടുത്ത് അത് പറഞ്ഞ്, നിങ്ങളുടെ രാജാവായിരിക്കാൻ എനിക്കൊരു ഫലമുണ്ട്, ഒരു പുഷ്ടിയുണ്ട്, അത് വിട്ട് നിങ്ങളുടെ മേൽ ഞാൻ ആളാൻ വരത്തില്ല. അത് കഴിഞ്ഞ് അത്തിയുടെ അടുത്ത് അത്തി പറഞ്ഞ്, പറ്റത്തില്ല, എനിക്ക് വിശിഷ്ടമായ ഒരു പുഷ്ടി എനിക്കുണ്ട്, സ്വത്രം ഒരു ഫലമുണ്ട്. അത് കഴിഞ്ഞ് മുന്തിരിവള്ളി എടുത്ത് മുന്തിരി പറഞ്ഞു, എന്താണ്? ദൈവത്തെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന ഒരു രസം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ മാതാവാണ് സ്വത്രം ഒരു കുടുംബത്തെ ബാലൻസ് ചെയ്യുന്നത്. അവൻ ദൈവത്തിൽ ഭാരങ്ങള്, മക്കളുടെ വിഷയങ്ങള്, ഭർത്താവിന്റെ വിഷയങ്ങള് ഒക്കെ ദൈവത്തോട് പറയുകയും ദൈവത്തിന് മധ്യസ്ഥണെങ്കിൽ അവിടെ ബാലൻസ് ചെയ്ത് നിർത്തുക. ഈ അമ്മമാർക്ക് ഭയങ്കര പാഠം. അച്ഛൻ ചിലപ്പോൾ ദേഷ്യക്കാരൻ, സ്വത്രം അച്ഛനെ കോപിഷ്ഠനായിരിക്കും. മക്കളെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ അച്ഛനോട് പറഞ്ഞാൽ ആദ്യത്തെ അടി ചിലപ്പോൾ അമ്മയ്ക്കായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇവരുണ്ടല്ലോ ഇങ്ങനെ ബാലൻസ് ചെയ്ത്, ഇവിടെ എത്ര വീടുകളുണ്ടെന്നറിയോ? ഈ അമ്മമാരിങ്ങനെ ബാലൻസ് ചെയ്ത് സ്തോത്രം നടക്കുന്ന അനുഭവങ്ങൾ. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് ആ 13-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വിഷയങ്ങളെല്ലാം കൂടെ ഒരു രാജാവ് വായിക്കണം. രാജാവിനെ ഞാൻ പറഞ്ഞ് വേദവാക്കൊന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ, സമയമില്ല. സ്തോത്രം അല്ലേലൂയ. എന്നാൽ എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപ. സ്തോത്രം. ഈ പൗലോസെ സ്തോത്രം തീത്തോസിന്റെ ലേഖനം എഴുതിയപ്പോൾ അതിനകത്ത് ഈ സഹോദരിമാരെ പറ്റി ചില കാര്യങ്ങൾ എഴുതുവാനിടയായി. തീത്തോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 4 പോലും വായിക്കാം. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടത് യൗവനക്കാർ എന്ന് പറഞ്ഞാൽ ഭാര്യമാരോടാ പറയുന്നത്. ഭാര്യമാര്. അടുത്തത് ഭർത്തൃപ്രിയമാരും എന്ന് പറഞ്ഞാൽ ഭർത്താവെന്ന് കേൾക്കുമ്പോൾ ഉള്ളത്തിനകത്ത് ഒരു കത്തലുണ്ടാകും. അല്ലെങ്കിൽ പറയണ കാലം ഒന്നും അതല്ല. സ്തോത്രം അങ്ങനെ പറയുന്നവരുണ്ട്. സ്തോത്രം ദൈവങ്ങളെ പറയാണ്, നിങ്ങൾ ആരായിരിക്കണം? ഭർത്തൃപ്രിയരായിരിക്കണം. അടുത്തത് പുത്രൻ എന്ന് പറഞ്ഞ പുത്രന്മാരെ സ്നേഹിക്കണം, പുത്രികളെ സ്നേഹിക്കണം. ദൈവാത്മാ പറയുന്നതൊക്കെ അങ്ങനെ. മക്കളെ സ്നേഹിക്കുന്നതായിത്തീരണം. അടുത്തത് സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരെ നോക്കുക. അതാ വലിയ പ്രധാനം. കഞ്ഞി അതിന് ഭർത്താവിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം, കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോകാനായിട്ട് പോയി. ടൗൺ സഭയിലായിരുന്നു ആദ്യത്തെ. എന്നും പോയി വരിക. ഞങ്ങളുടെ മോളും മോനും കൊണ്ടൊരു കാര്യം പറഞ്ഞു, കാരണം നിങ്ങൾക്ക് പോകുന്ന വഴിക്കൊക്കെ നല്ല ഫുഡ് ഇറച്ചി മീൻ. സ്വന്തം ഞങ്ങൾക്ക് അതുപോലെ ഉടായ്പ പരിപാടിയൊന്നും പറ്റത്തില്ല.
ഞങ്ങൾക്കും മോളതൊക്കെ പറയാൻ ഏറ്റവും മുന്നേ നിൽക്കും. സ്വന്തം ഞങ്ങൾക്ക് നല്ല കറിയും ചോറും ഒക്കെ വെച്ചിട്ട് വേണം. അവരുടെ കാര്യമാണ് ഇല്ലേ? നമ്മളിങ്ങനെ സമ്മതി അരച്ച് ഉണക്ക പിരിച്ചുവിട്ട് അല്ലെങ്കിൽ കൊടുത്തേച്ച് നമ്മൾ വരെ പോയി നല്ല ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ദൈവങ്ങളെ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിലെ കാര്യം നോക്കണം. സ്വത്രം ഇങ്ങനെ കുടുംബം നിലനിൽക്കത്തുള്ളൂ. സ്വത്രം അതുകൊണ്ടാണ് പൗലോസ് പറയാണ് പുത്രപ്രിയന്മാരും സുബോധവും ആധിപത്യമുള്ളവരും വീട്ടുകാരിൽ ചിലർ രാവിലെ അങ്ങ് ഇറങ്ങി ആ തൈവക്കത്തെ വീടെല്ലാം സന്ദർശിച്ച് സുവിശേഷമൊക്കെ പറഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഉച്ചയാണ്. എനിക്കൊരു കഥ ഓർമ്മകളുണ്ട്. കഥ പറയാൻ നല്ലതല്ലല്ലോ. സ്വത്രം അല്ലെങ്കിൽ ഒരിടത്ത് കൃത്യനിഷ്ഠയോടെ ജീവിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഇതുപോലെ പരിപാടി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 10 മിനിറ്റ് അദ്ദേഹത്തിനാണ് 1 മണിക്ക് 1:15 കഴിക്കണം. സ്വത്രം ഒരു ദിവസം അദ്ദേഹം ഒരു കോഴിയെ പിടിച്ചു കൊടുത്തു. ഇതിനെ വേവിച്ച് സ്വത്രം ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് വേണം. അതിന്റെ പണിക്ക് പോയിരിക്കുക. സ്വത്രം കറങ്ങടിച്ച് വന്നിട്ടുണ്ട്. മണി 12:30. ഇനി എങ്ങനെ അരി വേകും, എങ്ങനെ കോഴിയെ വേവിക്കും? അത് ആദ്യം സഹോദരി ഒരു കാര്യം കണ്ടുപിടിച്ചു. കൊട്ടയ്ക്കകത്താ ചോറും കൊണ്ട് ഭർത്താക്കന്മാര് ജോലി ചെയ്യാൻ പോകുമ്പോൾ കൊട്ടയ്ക്കകത്ത് ചോറൊക്കെ വെച്ച് വാഴയില കൊണ്ട് മൂടി ഇങ്ങനെ കൊണ്ടു കൊടുക്കും. നമ്മളിപ്പോഴാ ജോലി മാത്രമൊക്കെ പഴയ കഥയാ. സ്വത്രം ഇതൊരു സംഭവകഥയാണെന്നാ പറയുന്നത്. സ്വത്രം അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞു കോഴിയെ ജീവനോട് അതിനകത്തൊക്കെ വെച്ചു, അരി എടുത്തു വെച്ചു, മുളകും മല്ലിയും മഞ്ഞളും എല്ലാം കൂടെ അതും വെച്ചു. അല്ല അങ്ങോട്ട് ദൂരമേ കണ്ടപ്പോ ചെന്നപ്പോ 1:45 ഭർത്താവ് കാര്യത്തിനുള്ളിൽ നിൽക്കുക. അപ്പൊ പറഞ്ഞു സ്വത്രം എന്റെ ദൈവമേ ഇദ്ദേഹം പറയുന്നത് അതേ സ്വത്രം ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ കോഴി കോഴിയായും അരി ചോറ് അരിയായും ഒക്കെ ഇരിക്കണമെന്ന് പറഞ്ഞ് കൊട്ട താത്തു വെച്ചു. അല്ലില്ല ഇല മാറ്റി നോക്കിയപ്പോണ്ടല്ലോ കോഴി കോഴിയായിട്ട് അദ്ദേഹം എന്റെ ഭാര്യ. അപ്പൊ ശരി റൈറ്റ് ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ സ്തോത്രം അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് അല്ലില്ല എന്ന് പറഞ്ഞ വീട്ടിലെ കാര്യം നോക്കാൻ ഇവിടെ പറയുകയാണ് പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ എന്നും ഇങ്ങനെ കൈയടിച്ച് അന്യഭാഷ അതല്ല, അതൊക്കെ അത്യാവശ്യമാ. വീട്ടിലെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യണം. ഇതിനകത്ത് ഉദാസീനത വരുത്തിയിട്ട് അവിടെ വീട്ടുകാരെ മാത്രം നോക്കിയിരുന്നാൽ പോരാ. അത് ചെയ്യാൻ വേണം. ഇത് സ്വന്തം ചെയ്യുകയും വേണം. ദൈവക്കളെ ദയവുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്ന് പ്രബോധിപ്പിക്കുക. ദൈവക്കളെ അതാണ് വീട്ടിനകത്ത് ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി. അങ്ങനാണോ സ്വന്തം? പിന്നീട് പറയുന്നത് എന്താണെന്നറിയാമോ? നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. ഈ ഒലിവ് വൃക്ഷത്തിന് പ്രത്യേകതയുണ്ട്. അതിന്റെ കായകൾ അതിന്റെ ചുവട്ടിൽ തന്നെ വീണിട്ട് കിളുക്കും. ഈ ഒലിവ് മരത്തിന് വലിയ വാർദ്ധക്യമൊക്കെ ആകും. 100 വർഷം 150 വർഷമൊക്കെ ആകുമ്പോൾ ഇതിന്റെ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ വണ്ണം പിടിച്ച് ഒടിയാറാകുന്ന ലെവലിൽ നിൽക്കും. ഏത് സമയത്ത് കാറ്റടിച്ചാലും ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ഒലിവ് തൈകൾ എന്താണെന്നറിയാമോ? ഒലിവ് തൈകൾ വളർന്ന് എന്നിട്ട് അതിന്റെ ശിഖരങ്ങൾ കൊണ്ട് ഈ സ്വത്രം ഈ ശിഖരം ഒടിഞ്ഞു പോകാതെ താങ്ങി നിർത്തും എന്ന് പറഞ്ഞാൽ നിന്റെ മക്കള് സ്വന്തം മാതാക്കന്മാർക്ക് ആരാണെന്നറിയാവോ? അവർ സംരക്ഷകരാണ്, അവര് താങ്ങുന്നവരാണ്. ആരാണെന്നറിയാവോ? യഹോവ ഭക്തനായ പുരുഷൻ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവും. ഇന്ന് പകൽക്കാലം നമ്മുടെ വീട്ടില് ആ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നുകൂടെ യഥാസാരപ്പെട്ട് ഒന്നുകൂടെ ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ചാൽ ദൈവങ്ങൾ നഷ്ടപ്പെട്ടു പോയ ചില നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ മടക്കി വരുത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. കുടുംബജീവിതത്തിന് ഭദ്രത ഒക്കെ ദൈവവചനത്തിൽ കിടക്കും. ഇത് വിട്ട് നമ്മൾ മാറുമ്പോഴാ കുടുംബത്തിൽ സന്തോഷമില്ല, കലഹമില്ല. എപ്പോഴും കലഹം മാത്രമേ ഉള്ളൂ. ദൈവങ്ങളെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവുക. ഇതൊക്കെ നടക്കില്ലേവോ? കുടുംബജീവിതത്തിലെ സന്തോഷം വരണമെങ്കിൽ ഒന്നാമത് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന വ്യക്തിയായി തീരണം. അവന്റെ തലമുറ നമുക്ക് ഇയ്യോബിനെ പറ്റി പറയുന്നത്, ഇയ്യോബ് യഹോവഭക്തനായി നിഷ്കളങ്കനും നേരുള്ളവനുമായിരുന്നു. സ്തോത്രം. അവന്റെ മക്കൾ അവനോടൊപ്പം അവർക്ക് വേണ്ടി അവൻ ദിനംതോറും യാഗം അർപ്പിക്കുന്നവനായിരുന്നു ഇയ്യോബ്.
മക്കൾക്ക് വേണ്ടി അവരുടെ സംഖ്യ അനുസരിച്ച് അവൻ യാഗം അർപ്പിക്കുമായിരുന്നു. എന്റെ മക്കൾ എങ്ങനെയെങ്കിലും പാപം ചെയ്തു പോട്ടെങ്കിൽ അതിനുവേണ്ടി പറയുന്ന അനുഭവങ്ങൾ ദൈവങ്ങളെ ഇതും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. എന്താണ്? തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഈ ദുഷ്ടലോകത്തിൽ അവർ ജീവിക്കുന്നത് വഴിതെറ്റി പോകാതെ മുൻപേറണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയായി തീരണം. സ്തോത്രം. അതിൽ അങ്ങനെയുള്ളവന്റെ ഭവനമാണ് അനുഗ്രഹിക്കുന്നത്. അവൻ തന്റെ അധ്വാനം അവൻ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിതകൾ പോലെയും ഇരിക്കും. യഹോവത്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. യഹോവ സീയോനെ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യേശുവിന്റെ നന്മയെ കാണും. നിന്റെ മക്കളെ നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ദൈവങ്ങളെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമെന്നറിയോ? 127, 128. ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ പോയി ഈ ദൈവവചനം ധ്യാനിക്കണം. അതിൽ നീ പറഞ്ഞിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ എന്റെ ദൈവമേ എന്റെ കുടുംബത്തിന് വെളിപ്പെടുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അപ്രകാരം പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ദൈവങ്ങളെ, ദൈവകൃപയുള്ള ഭവനം, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഭവനം ഏറ്റവും അത്യുത്തമമായ ഭവനം. സ്തോത്രം. ഇതിന്റെ കുബേരനാകണം അണ്ണുതല വീട് വെക്കുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞത്. ചെറിയ വീടാണെങ്കിലും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള വീട്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വീട്, അവിടെ സന്ധ്യാരാധനയുള്ള വീട്, അവിടെ പ്രഭാത പ്രാർത്ഥനയുള്ള വീട്. അല്ലെ ദൈവമക്കൾ അവരുടെ മക്കളും അപ്പനും എല്ലാവരും കൂടി വരുമ്പോൾ ഒരു സന്തോഷത്തിന്റെ അനുഭവം. ഇന്ന് ഭയക്കാതെ ദൈവത്തെ ആരാധിക്കുന്ന വീട്ടിൽ ഈ സന്തോഷമില്ലെങ്കിൽ ഒന്നുകൂടെ മാനസാന്തരപ്പെട്ടേ പറ്റൂ. എവിടെയാണ് എന്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചത്? എന്റെ ജീവിതത്തിലാണോ? എന്റെ കുടുംബത്തിലെന്താണ് സന്തോഷമില്ലാതെ? ഞങ്ങൾ എന്തുകൊണ്ട് ഐക്യതയില്ല? എന്തുകൊണ്ട് ഞങ്ങൾ സ്വരച്ചേർത്തയില്ല? ഇതൊക്കെ ദൈവങ്ങളുടെ ദൈവസ്ഥാനില് ഒന്നുകൂടെ പറഞ്ഞ് ദൈവസ്ഥാനം നിലസ്ഥാനപ്പെടുവാൻ ദൈവമക്കളുടെ ജീവിതത്തിൽ നാമാണ് മാതാപിതാക്കന്മാരാണ്. അതൊരു സ്വന്തം മക്കളെ, അതൊരു സ്വന്തം ഗൈഡാണ്. നമ്മളെ കണ്ട ഈ കൊച്ചു പിള്ളേരെ ആദ്യം കൊച്ചു പിള്ളേരൊക്കെ ചെറുപ്പത്തിൽ തന്നെ ആദ്യം അവർ കാണിക്കുന്ന നാടകളി എന്നറിയാമോ? എന്തോ അപ്പനോ അച്ഛനോ? സ്വത്രം. എന്ന് പറഞ്ഞാൽ നമ്മളെയാണ് അവരെ അഭിനയിക്കുന്നത്. സ്വത്രം. അല്ലേ? നമ്മളെന്നറിയുമ്പോൾ എന്താണ്? അവർക്ക് ഉത്തമമായ മാതൃകയും മുൻപോട്ട് പോകണം. അവരെ മുന്നിൽ വെച്ച് വീട്ടിൽ കലാപങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, അടിപിടി ഉണ്ടാക്കല്ലേ, ചേരാത്ത വാക്കുകള് അത് സംസാരിക്കാൻ പാടില്ല. അല്ലെ ദൈവങ്ങളെ, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ചാൽ അവർക്ക് ഒരു ഭയം വരും. ആകാത്ത വാക്കുകള് അവരെ ഭവനത്തിൽ പറയാൻ കഴിയുന്നില്ല. ആകാത്ത പ്രവൃത്തി ഭവനത്തിൽ അകത്തളത്തിൽ ചെയ്യുന്നില്ല. എന്താ കാര്യം? മാതാപിതാക്കന്മാരായിരിക്കണം മക്കളുടെ മാതൃക. സ്വന്തം. ഞാൻ വെറുതെ പറയുന്നില്ല. കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് നാടകം കളിക്കുന്നത് അച്ഛനും അമ്മയുടെ വേഷമില്ല. സ്വന്തം. അല്ല, വീട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് നാട്ടിലും പറയുന്നത്, അതാണ് സ്കൂളിലും പറയുന്നത്. സ്വന്തം. നമുക്കറിയാം, സ്കൂളിൽ ചെന്ന് ചിലര് വഴക്കുണ്ടാക്കുകയും അത് അനാവശ്യ വർത്താനങ്ങളൊക്കെ പറയുന്നവരുണ്ട്. അവരെ മാതാപിതാക്കന്മാരെ ടീച്ചറിനറിയാം വീട്ടിൽ വിളിച്ചു വരുത്തും. എന്താ കുഞ്ഞിങ്ങനെ സംസാരിക്കുന്നത്? സ്വത്രം. നിങ്ങളുടെ സ്വഭാവ രീതി നിങ്ങളിങ്ങനെ സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ സ്വന്തം അവരെ താക്കീത് ചെയ്യുവാനല്ലേ ദൈവം എന്ന് പറഞ്ഞാൽ നാമാണ് അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ മാതൃകകൾ. സ്വത്രം. അല്ലല്ല. അപ്പൊ മാതൃകയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടുത്തുള്ളൂ. സ്വത്രം. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വത്രം. അല്ലല്ല. അങ്ങനെ ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു ജീവിതം പറയണം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവന് ഭാഗ്യവാൻ. ദൈവത്തിന്റെ ജീവിതം ഒരു നടപ്പ. ജീവിതം ഒരു നടപ്പ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തില് ഒരു ഹാനോക്കിനെ പറ്റി പറയുന്നുണ്ട്. സ്വത്രം. ഹാനോക്ക് 65 വയസ്സായപ്പോഴാണ് വിവാഹിതനായത്. ഒന്ന് വായിച്ചാട്ടെ. 65 വയസ്സായപ്പോൾ അവൻ ബെത്സലേം ജനിപ്പിച്ചു. ബെത്സലേം ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു. 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു. നമുക്ക് 30 ദിവസം ദൈവത്തോട് നടക്കാൻ പറ്റും. 300 ദിവസം 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു. അടുത്തത് പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 375 സംവത്സരമായിരുന്നു. 365. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ ഈ കാലഘട്ടത്തിന്റെ ഒരു ചൂണ്ടുവലകയായി ദൈവം ഹാനോക്കിനെ നിർത്തി. ദൈവത്തോടുകൂടെ നടക്കുന്നവരെ എടുക്കുന്ന ഒരു ദൈവം. നമ്മുടെ പ്രത്യാശ എന്താ? കർത്താവ് ഗംഭീരനാഥത്തോടും
പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗം നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷരായി മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നതായി നാം രൂപാന്തരം പ്രാപിച്ച് അവനെ എതിരേൽപ്പാൻ വേഗത്തിൽ എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശയാൽ നാം ഈ ഹാനോക്ക് അതിന്റെ ആദ്യപടിയാണ്, അതിന്റെ ഒരു ചൂണ്ടുപടിയാണ്. 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക് ദൈവം അവനെ എടുത്തുകൊണ്ടു. ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ ആമോസ് 3:3 പറയുന്നുണ്ട്, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ചേർന്ന് നടക്കാൻ കഴിയുന്നില്ല. ഒന്നെടുത്ത് വായിച്ചാൽ ഞാൻ പറയുന്നത് ശരിയാണോ നോക്കട്ടെ. 3:3 ആമോസ്. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാമോ? സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ഒന്ന് നിരപ്പ് പ്രാപിക്കാതെ നമുക്ക് ചേർന്ന് നടക്കാൻ കഴിയുന്നില്ല. നമ്മുടെ രണ്ട് സഹോദരിമാരെ തന്നെ രണ്ട് സ്വഭാവമുള്ളവർക്ക് ഒരിക്കലും ചേർന്ന് നടക്കാൻ കഴിയുന്നില്ല. സഹോദരന്മാരെ എടുത്താലോ, രണ്ട് സ്വഭാവമുള്ളവർക്ക് ഒരിക്കലും ചേർന്ന് നടക്കാൻ കഴിയത്തില്ല. അവർ ചേർന്ന് നടന്നാൽ തന്നെ എപ്പോഴും അടിപൊളിയായിരിക്കും. ഓരോ കാര്യത്തിലും അല്ലെങ്കിൽ എന്താണ് വാക്കിലും ഒക്കെ ഇങ്ങനെ അനുദരിച്ചുകൊണ്ട് ഇരിക്കുവാനായിട്ട്. എന്നാൽ ഹാനോക്ക് ദൈവത്തോട് 300 സംവത്സരം ജീവിച്ചു. എന്താ കാര്യം അറിയാമോ? ദൈവത്തോട് നിരപ്പായി, ദൈവത്തോട് ഒത്തില്ല. അതുകൊണ്ട് ഹാനോക്ക് മാത്രമല്ല ഹാനോക്കിനോട് ദൈവവും സംസാരിച്ചു, ഇല്ലേ? രണ്ടുപേരും ഇങ്ങനെ പോകുമ്പോഴേ കൂട്ടുകാരായിട്ട് പോകുമ്പോൾ ഒരാളെ സംസാരിക്കുന്നുണ്ട്, രണ്ടുപേരും സംസാരിക്കും. ഹാനോക്കിനോട് ദൈവം സംസാരിച്ചു. എന്തോ സംസാരിക്കണോ? അതുകൊണ്ട് യൂദായുടെ ലേഖനത്തിലേക്ക് കടന്നു വരണം. യൂദായിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ദൈവാത്മാവ് യൂദായിക്ക് വെളിപ്പെടുത്തി. അതിന്റെ 14-15 വാക്യം ഒന്ന് വായിച്ചാൽ യൂദായുടെ ലേഖനം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട ഭാവികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. ഈ വിശുദ്ധന്മാർ അവർക്ക് മധ്യാകാശത്തേക്ക് എടുക്കപ്പെടുന്നത് പോലെ കർത്താവും തന്റെ സഭയുമായി ഒരു മലയിലേക്ക് കടന്നു വരുന്ന സുദിനമല്ല. വിശുദ്ധന്മാർ ഒന്നാമത്തെ വരവിൽ മധ്യാകാശത്തിൽ വരുന്ന തന്റെ ദൂതന്മാരും ഇവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരുമായി. ദൈവങ്ങളെ, കർത്താവ് പറഞ്ഞു, ഹാനോക്കേ, നിന്നെ എടുത്ത പോലെ ഞാൻ എന്നെ സേവിക്കുന്നവരെ എടുക്കും, എന്നെ ആരാധിക്കുന്നവരെ എടുക്കും, എന്റെ നാമത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവരെ ഞാൻ ഇതുപോലെ എടുക്കും. അങ്ങനെ വിശുദ്ധന്മാരുമായി ഞാൻ ഭൂമിയിലേക്ക് ചെല്ലുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ സ്തോത്രം ഹല്ലേലൂയ ഈ ഹാനോക്കിനെ അറിയിക്കുവാനായിട്ട്. ദൈവങ്ങളെ, ദൈവത്തോട് ചേർന്ന് നടന്നാൽ നമ്മോട് നമുക്കറിയാം. സോദോം ഗൊമോറയെ ന്യായം വിധിക്കുവാൻ 3 ദൂതന്മാരെ സ്തോത്രം അബ്രഹാമിന്റെ കൂടാരത്തിൽ ചെന്നു. രണ്ടുപേരും സോദോം ഗൊമോറയിലേക്ക് പോയി. ഒരുവൻ അബ്രഹാമിന്റെ അബ്രഹാം ആ ദൈവത്തിന്റെ സന്നിധി നിൽക്കുക. ദൈവം പറഞ്ഞാണ് അബ്രഹാമിന്, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുക, നിന്നോട് പറയാതെ എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയത്തില്ല, സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോവുക എന്നുള്ള വസ്തുത ആദ്യം അറിഞ്ഞ ആരെന്നറിയാമോ? അബ്രഹാം. എന്താ കാര്യം? അബ്രഹാം ദൈവസന്നിധിയില് പ്രാർത്ഥനയ്ക്കായി മുഴങ്കാൽ മടക്കി. അപ്പോഴാണ് ദൈവം പറയുന്നത്, അതൊരു സ്വന്തം നിന്റെ സഹോദരൻ പാർക്കുന്ന സഹോദരന്റെ പുത്രൻ പാർക്കുന്ന ആ ദേശം ഞാൻ നമസ്കാരമില്ല, സ്വന്തം ഞാൻ തീക്കിരയാക്കാൻ പോവുക. അപ്പൊ പറയാൻ ദൈവത്തോട് വാദിക്കാൻ തുടങ്ങി. അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ കർത്താവ് നശിപ്പിക്കത്തില്ല, 40 പേരുണ്ടെങ്കിലോ നശിപ്പിക്കത്തില്ല, 30 പേരുണ്ടെങ്കിലോ നശിപ്പിക്കത്തില്ല, ഒഴിച്ചു വെച്ച് 10 പേരുണ്ടെങ്കിലോ കർത്താവ് നശിപ്പിക്കും. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിളിച്ചത്. ലോത്തും ഭാര്യയും 2 പുത്രികളും കൂടെ ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ലോത്തിന്റെ ഭാര്യക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റി. അവൾ തിരിഞ്ഞു നോക്കി, ദൈവകൽപ്പനയെ മറുതലിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ഉപ്പുതൂണായി മാറി. ഇന്ന് ലോകത്തിന് കൂട്ടുകാഴ്ചയായി നിൽക്കുക. ദൈവങ്ങളെ, ഇതെന്താ ഓർമ്മിക്കുന്നറിയാവോ? ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തോട് ചേർന്ന് നടന്നാൽ
അല്ലെങ്കിൽ സ്വന്തം ദൈവത്തോട് ചേർന്ന് നടന്നാൽ, സ്വന്തം അല്ലെങ്കിൽ ദൈവഭക്തനായി നടന്നാൽ, സ്വന്തം അവൻ നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവിക വഴികളിൽ നടക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കാം. സ്വന്തം തുറന്ന സാക്ഷ്യങ്ങൾക്കുള്ള സമയമാണ്. കുഞ്ഞുങ്ങൾ പ്രാരംഭത്തിൽ എഴുന്നേറ്റ് തങ്ങളുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുക. ഇതിനുശേഷം സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാരും